വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം മഴക്കാലമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ കുറച്ചധികം റയർ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സുകൾ കൊണ്ടുവരാൻ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏകദേശം 14 വെറൈറ്റിയോളം ഇമ്പോർട്ടഡ് തായ്ലൻഡ് വെറൈറ്റി കലേഡിയംസിൻ്റെ സീഡ്ലിങ്സ് ആണ് നമ്മൾ സെയിലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓരോ പ്ലാന്റ്സുകൾ എടുത്ത് സെപ്പറേറ്റ് കാണിക്കുന്നുണ്ട്. അല്ലാതെ ഈ ഒരു 14 വെറൈറ്റി നമ്മൾ കോംബോ ആയിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, കോംബോ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഓരോ പ്ലാന്റ്സുകളും സെപ്പറേറ്റ് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാം സീഡ്ലിങ്സ് ആണ്, ചെറിയ സൈസാണ്, ജിഫി സൈസിലുള്ള പ്ലാന്റ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. എല്ലാം തന്നെ ടോപ്പ് റെയർ ലിസ്റ്റിൽ വരുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ. തായ്ലൻഡ് വെറൈറ്റി കലേഡിയംസ് എന്ന് പറഞ്ഞാൽ അത്രയും ഇലകളുടെ ഭംഗി കൊണ്ട് അത്രയധികം ആരാധകരുള്ളൊരു വെറൈറ്റി കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. പ്ലാന്റ്സുകൾ നമ്മൾ DTDC സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ്. ഇതിൽ ഏത് സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്ലാന്റ്സുകൾ അയക്കുന്ന ദിവസം നമ്മൾ കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ തരും. കാരണം ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ നമുക്ക് ബോഗൻവില്ല റെയർ വെറൈറ്റീസിൻ്റെ കവർ പാക്കറ്റുകൾ അയച്ചു തുടങ്ങാനുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ മാക്സിമം തീരുന്നതനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്കും അയച്ചു തരുന്നതായിരിക്കും അതിൻ്റെ ഇടയിലൂടെ തന്നെ. അപ്പോൾ അയക്കുന്ന ദിവസം അപ്ഡേറ്റ് ചെയ്യൂ കേട്ടോ. കാരണം ഒത്തിരി അധികം ഓർഡേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ചിലപ്പോൾ ഒരു ഇച്ചിരി ഡിലേ വരാൻ പ്ലാന്റ്സുകൾ അയക്കാൻ. അതുകൊണ്ടൊന്ന് ഓർമ്മയിലുണ്ടായിരിക്കും. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകും. പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്കായിട്ട് വാട്സാപ്പ് നമ്പർ സ്ക്രീനിലുണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏത് പ്ലാന്റ്സ് ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുകയോ ഇനി കോംബോയാണ് വേണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതാ ഫസ്റ്റ് വെറൈറ്റി തന്നെ വരുന്നത് ഗ്രീനിൽ ഇതുപോലെ തന്നെ റെഡ് ഡോട്ട്സുകളും വൈറ്റ് ഡോട്ട്സും ലൈൻസും എല്ലാം കൂടി മിക്സ് ആയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഫസ്റ്റ് വെറൈറ്റി തന്നെ വരുന്നത് നല്ല റെഡിലേക്ക് വരും കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ചെറിയ സീഡ്ലിങ്സ് ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന 14 വെറൈറ്റിയും ഏത് പ്ലാന്റ് നിങ്ങൾ എടുത്താലും സെപ്പറേറ്റ് റേറ്റ് വരുന്ന 80 രൂപ. ഇതാണ്ടോ ഇതുപോലെയുള്ള ചെറിയ ജിഫി ബാഗ്സിൽ നല്ല റൂട്ട് ഫോം ചെയ്ത പ്ലാന്റ്സ് ആണ്, അടിപൊളി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ. മഴക്കാലം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ് കേട്ടോ കലേഡിയം പ്ലാന്റ്സിന്. കാരണം കലേഡിയം പ്ലാന്റ്സ് നമ്മൾ ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാ വർഷവും അതിൽ പ്ലാന്റ്സുകൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഒത്തിരി ബൾബുകൾ കിഴങ്ങുകൾ വന്ന് പൊട്ടി മുളയ്ക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് കലേഡിയംസ്. അമിതമായിട്ടുള്ള നനവിൻ്റെ ആവശ്യമില്ല, എന്നാൽ നല്ലൊരു മോയ്സ്ചർ എപ്പോഴും അതിൻ്റെ പോട്ട് മിക്സിൽ ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ അത് ഫസ്റ്റ് വെറൈറ്റി ഇതാണ്, 80 റുപ്പീസാണ്. ഇനി സെക്കൻഡ് വെറൈറ്റി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ചെറിയ പ്ലാന്റ്സ് ആയതുകൊണ്ട് കളർ വേരിയേഷൻസ് കയറി വരുന്നേ ഉള്ളതാണ്. ഇതുപോലെ ഇങ്ങനെ ഒരു മാർബിൾ ഫിനിഷിങ് പോലെ വന്നിട്ട് അതിലിങ്ങനെ റെഡ് ഡോട്ട്സുകൾ കണ്ടോ. ഇങ്ങനെ ഒരു ലൈറ്റ് ഗ്രീനും യെല്ലോയും കൂടി മിക്സ് ആയൊരു കളറാണ്. ബാക്കി എല്ലാത്തിനും ഗ്രീൻ കളറാണ് കേട്ടോ. കളർ കയറി വരുന്നതേ ഉള്ളൂ ഈ പ്ലാന്റ്സിനെല്ലാം തന്നെ. അതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള ഈ ഒരു സൈസ് ജിഫി പ്ലാന്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 80 റുപ്പീസ്, 80 രൂപയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യട്ടെ. എല്ലാം നല്ല അടിപൊളി വെറൈറ്റി എന്തുണ്ടോ. ഇങ്ങനെയാണ് ആ ഒരു ലീഫ് പാറ്റേൺ ഡെവലപ്പ് ആയിട്ട് വരണേ കേട്ടോ. ഇനി മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നല്ല പ്യൂർ ആയിട്ടുള്ളൊരു ലെമൺ കളറും കൂടി മിക്സ് ആയതാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സിലും ലെമൺ കളർ വന്നിട്ടില്ല. ആവശ്യത്തിന് സൺലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വരും. ചെറിയ പ്ലാന്റ്സുകളല്ലേ ഇതെല്ലാം തന്നെ. അപ്പോൾ അതാ നല്ല വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ട് അതിൽ ലെമൺ പാറ്റേണും കൂടി കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെയും ഇങ്ങനത്തെ ചെറിയ സൈസ് സീഡ്ലിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസ്, 80 രൂപ. ഇനി മൂന്നാമത്തെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൽ എത്ര കളേഴ്സ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല ഡാർക്ക് ഗ്രീൻ ഉണ്ട്, ഒരു മജന്ത പോലത്തെ ഷെയ്ഡ് ഉണ്ട്, ശരിക്കും ഒരു കോഫി പോലത്തെ ഒരു കളർ വരെ ഇതിനുണ്ട് കേട്ടോ. ഒരു സൺലൈറ്റ് മാറുന്നതനുസരിച്ചിട്ട് ആ ലീഫിലെ പാറ്റേൺസിലും വ്യത്യാസമുണ്ട്. ഇത് ചെറിയ സൈസാണ് വന്നിരിക്കുന്നത് കേട്ടോ, ചെറിയ സീഡ്ലിംഗ് ആണ്. കാരണം ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ടോപ്പ് ലിസ്റ്റഡ് ആയിട്ടുള്ള കലേഡിയംസ് ആണ്. അപ്പോൾ അതാ നല്ല റൂട്ട് ഫോം ചെയ്തതാണ്. എൻ്റെ കയ്യിൽ കൊള്ളുന്ന പ്ലാന്റ് ആണ്, ചെറിയ സൈസാണ് ഇത് വരണത്. നല്ല റൂട്ട് നല്ലോണം ഫോം ചെയ്ത പ്ലാന്റ് ആണ്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 80 റുപ്പീസ്, 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. തായ്ലൻഡ് വെറൈറ്റി കലേഡിയംസിൻ്റെ ഒന്നും തന്നെ 80 റുപ്പീസിന് അവൈലബിൾ അല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം അത്രയും ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. ലീഫ് അത്രയും ഭംഗിയാവുന്ന ഒരു വെറൈറ്റിയാണ്. ഇനി നമുക്ക് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് തന്നെ ഇതാണ്ടോ. അതിലൊരു പ്ലാന്റ്സ് അത്യാവശ്യം നല്ല കളർ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാൻ പറ്റും. ഇതാണ്ടോ ഒരു റെഡും വൈറ്റ് ഡോട്ട്സും ഒരു കേളി ആയിട്ടുള്ള ലീഫ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള പ്ലാന്റ്സിലൊക്കെ ഗ്രീൻ കളറാണ്. ആ കളർ പാറ്റേണിലേക്ക് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ചെറിയ സീഡ്ലിംഗ് ആണ് വന്നേക്കണത്. ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള അതിൻ്റെ സ്റ്റെംസിന് തന്നെ ഉണ്ടോ നല്ലൊരു റെഡ് ഷെയ്ഡും ഒരു ചെറിയൊരു ബ്ലാക്ക് പാറ്റേണും കൂടി ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരണതും 80 റുപ്പീസ്, 80 രൂപയ്ക്കാണ് വരണത്. നമുക്കിവിടെ സൺലൈറ്റിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ടിട്ടാണ് ആ ഒരു കളറ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്ത വെറൈറ്റി എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട്. ശരിക്കും ക്യാമറയിൽ അത്രത്തോളം ഇതിന് ഭംഗി കിട്ടിയിട്ടില്ല. ഞാൻ എടുത്ത് ഡിഫറെൻറ്റ് ആംഗിളിൽ കാണിച്ചു തരാം. അതുണ്ടോ
നല്ല നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട്. ഇത് വന്നിരിക്കുന്ന കലേഡിയംസിൽ ഏറ്റവും ചെറിയ പ്ലാന്റാണ്, കാരണം നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ള ഐറ്റമാണ്. ഇതുകൊണ്ട് ഇങ്ങനെയാണ് വന്നത്. എന്താണ് ഇതിനെ പറയണതെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു പൂ വിരിഞ്ഞ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഉള്ളിൽ മെറൂണും സൈഡിലൊരു ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡും ഗ്രീനും ഒക്കെ കൂടി മിക്സായ അതിമനോഹരമായിട്ടുള്ളൊരു വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ റേറ്റും വരണത് നമുക്കിന്ന് 80 രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കണേ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഏത് പ്ലാന്റാണ് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തന്നാൽ മതി കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. നമുക്കിങ്ങനെ സൺലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ പക്ക ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് ഇച്ചിരി വെളിച്ചുള്ളോടത്തോട്ടൊന്ന് കാണിച്ചു തന്നെ. അപ്പോൾ അതിൻ്റെ കളർ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടോ. ഇതാണ് കറക്റ്റ് ഓരോ ഷെയ്ഡിലേക്ക് വന്നെ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കേട്ടോ, നല്ല വെറൈറ്റിയാണ്. ഇനി അടുത്ത് വരുന്നത് നല്ല റൗണ്ടായിട്ടുള്ള ലീഫ് കേട്ടോ. നീളത്തിലുള്ള ലീഫിൽ റൗണ്ട് ലീഫിൽ എന്താ പറയുക വൈറ്റും ഗ്രീനും കൂടി മിക്സായി നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. ഈ സെൻറ്ററിൽ ഇങ്ങനെ അധികം കട്ടില്ല, ഒരു തണ്ടിൻ്റെ അവിടെ നിന്നല്ല ഒരു കട്ട് വന്നേക്കണത്. പക്ക ഒരു നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാർട്ട് ഷേപ്പ് കണ്ടോ. ഈ ഒരു ലീഫിൽ ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ലീഫ് വന്നേക്കുന്നത്. ഇതിന് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ് വന്നേക്കുന്നത് കേട്ടോ. സീഡ്ലിംഗ് ആണ്. ഇതിൻ്റെ റേറ്റ് 80 റുപ്പീസ് ഉള്ളത്. ഇങ്ങനെയാവട്ടെ ഇതിൻ്റെ ഒരു ലീഫ് പാറ്റേൺ വരണത്. ഇനി അടുത്തത് വരണതും ഒരു ഗ്രീൻ കളറിലാണ്, പക്ഷേ ഇതിൻ്റെ എഡ്ജസിൽ നിന്നാണ് കളർ വേരിയേഷൻസ് കയറി വന്നത്. ഇങ്ങനെ ലീഫ് ഇങ്ങനെ ഫ്രില്ല് പോലെയാണ് കിടക്കുന്നത്. അതിൻ്റെ എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് കണ്ടത്. സൈഡിൽ നിന്നാണ് ഒരു കളറ് പതിയെ റെഡും ഒരു യെല്ലോ കൂടെ മിക്സായി കയറി വരണം. ഇതിൻ്റെ റേറ്റും നല്ല റൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത പ്ലാന്റാണ്. 80 റുപ്പീസാണ്. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരണേ കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ആ ഒരു ലീഫിൽ ആ ഒരു ഡിസൈൻസൊക്കെ കയറി വന്ന് തുടങ്ങിയിട്ടുള്ളൂ പ്ലാന്റ്സിനൊക്കെ കേട്ടോ. ഇനി നെക്സ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൽ ഏതൊക്കെ കളേഴ്സിനെ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയധികം കളേഴ്സ് മിക്സായ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കണ്ടോ. അതിൻ്റെ ആ ഒരു പാറ്റേൺ തന്നെ ഒത്തിരി കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും അത്യാവശ്യം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഈ ഓരോന്ന് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പത്തിനും ഇത്രാമത്തെ പ്ലാന്റ് എന്നൊന്നും പറയരുത് കേട്ടോ. അതിന് പകരം മാക്സിമം സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. അതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഏതാ വേണ്ടതെന്ന് നമുക്കത് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ലിസ്റ്റിൽ വരുന്ന നമുക്ക് സീഡ്ലിംഗ് പോലും കിട്ടാനില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 80 രൂപയ്ക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടോ. എത്രത്തോളം കളേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി നേരിട്ട് കണ്ടാൽ അത്രയും മനസ്സിലാവുള്ളൂ. ഇത്രയും ഭംഗി ഒരു ലീഫിൽ വരാമെന്ന് പറഞ്ഞാൽ, ഇത്രയും കോമ്പിനേഷൻസ് ഒരു ലീഫിൽ വരാമെന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക, അതൊരു അത്ഭുതം തന്നെയാണ്. അത്രയും ഭംഗിയുള്ള വെറൈറ്റിയാണ്. ഇതാണ്ടോ ഇങ്ങനെയാണ് വന്നത്. ഒത്തിരി കളേഴ്സ് മിക്സിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലുള്ള എൻ്റെ കയ്യിൽ കൊള്ളുന്ന സൈസ് അത് പ്രത്യേകം ഓർക്കാം. ചെറിയ ജിഫി ബാഗാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസ്. 80 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു നാരോ. ഈ ഒരു വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇങ്ങനെ നാരോ ആയിട്ടുള്ള ലീഫിൽ വൈറ്റ് ഡോട്ട്സും അതുപോലെ തന്നെ അതാണ്ടോ ഈ ഒരു പാറ്റേണിലേക്ക് വരും കേട്ടോ. മെച്ചൂർഡായി വരുമ്പോൾ കേട്ടോ. ഇപ്പോൾ ചെറിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതാണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു വെറൈറ്റി കേട്ടോ. അടിപൊളി വെറൈറ്റിയാണ്. ഇതൊക്കെ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന കലേഡിയംസ് ആണ്. അപ്പോൾ അതിൻ്റെ ബേബി പ്ലാന്റ്സ് ആ ഒരു കളർ പാറ്റേണിലേക്ക് ഇതുണ്ടോ ആയി വരുന്നുള്ളൂ, സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റും വരുന്നത് 80 റുപ്പീസ്. 80 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ലെമൺ കളറാണ് കേട്ടോ. അതായത് ഒരു തത്തപ്പച്ച കളർ എന്ന് പറയാം. ലെമനല്ല, തത്തപ്പച്ച കളർ അങ്ങനെ പറയാം. അങ്ങനെയും ആ ഒരു തത്തപ്പച്ച കളറും അതുപോലെ തന്നെ അതിലൊരു റെഡും ഡോട്ട്സും ലൈൻസും ഒക്കെ കൂടി വരുന്ന ഒരു അത്യാവശ്യം ലെമൺ കളറിലേക്ക് വരും കേട്ടോ. ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് വരും അത്. അങ്ങനെയായ ഒരു പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 80 രൂപ. 80 റുപ്പീസാണ് പറഞ്ഞത്. ഇങ്ങനെയായിരിക്കും വന്നത് കേട്ടോ. ചെറിയ ജിഫി ബാഗാണ്. അത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണേ. ഇനി അടുത്ത് വരുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ആണ്. ഇതിൽ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഒത്തിരി കളേഴ്സ് ഉണ്ട്. ലൈറ്റ് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലൊരു യെല്ലോ കളർ ഉണ്ടോയെന്ന് വെച്ചാൽ ആ ഒരു കളറുണ്ട്. ഒരു ഡസ്റ്റി ആയിട്ടുള്ള ഒരു പീച്ച് പോലത്തെ കളറുണ്ട്, ഒരു ഓറഞ്ച് ഉണ്ട്, ലൈൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 80 റുപ്പീസ്. 80 രൂപയാണ്. നല്ല ഭംഗിയിലോട്ട് വരും കേട്ടോ. ഇതൊക്കെ കേട്ടോ ഇങ്ങനെ നല്ല മെച്ചൂർഡായി വരുമ്പോൾ നല്ല കളർ പാറ്റേണിലേക്ക് വരുന്ന ഇമ്പോർട്ടഡ് വെറൈറ്റീസാണ് എല്ലാം തന്നെ. ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നതും ഒരു നാരോ ആയിട്ടുള്ള ഫ്രില്ലോട് കൂടിയിട്ടുള്ള ഒരു ലീഫിൽ ഒത്തിരി കളേഴ്സ് മിക്സിങ് ആയിട്ട് വരണം കേട്ടോ. അതിൻ്റെ കളർ പാറ്റേൺസ് ഒരുപാടുണ്ട് കേട്ടോ.
ഇപ്പോൾ നോർമലായിട്ട് നമുക്ക് തോന്നി ഒരു പ്ലാന്റ് നേരിട്ട് കാണുമ്പോൾ, പക്ഷേ അതിൻ്റെ ലീഫ് വളരെ ചേഞ്ച് ചെയ്താൽ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് ആണ് കണ്ടോ, ഇങ്ങനെ ഇത്രയും കളേഴ്സ് ഇങ്ങനെ കയറി വരും. ഇപ്പോൾ കുഞ്ഞ് പ്ലാന്റ്സുകളായതുകൊണ്ട് തന്നെ കളർ വേരിയേഷൻസ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ നല്ല സൺലൈറ്റും കാര്യങ്ങളൊക്കെ അമിതമായിട്ടല്ലെങ്കിലും അവർക്ക് വേണം കേട്ടോ. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കണമെന്നുള്ളതല്ല ഉദ്ദേശം. ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടണം അവർക്ക്, എന്നാലാണ് കളർ വേരിയേഷൻസ് നല്ല ഭംഗിയിൽ വരുള്ളൂ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 14 വെറൈറ്റി കാണിക്കുന്നുണ്ട്. 14 വെറൈറ്റിയിൽ ഏതെങ്കിലും 5 വെറൈറ്റിയോ 6 വെറൈറ്റിക്ക് എടുക്കുന്നവർക്ക് സെപ്പറേറ്റ് റേറ്റ് ഞാൻ ഓരോന്നിനും 80 രൂപ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി 14 വെറൈറ്റിയും ഒരുമിച്ച് എടുക്കുന്ന കസ്റ്റമേഴ്സിന് അതിൻ്റെ റേറ്റ് വരുന്നത് 1050 പ്ലസ് CC കേട്ടോ. 1050 + CC ആയിരിക്കും 14 വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കോംബോ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്ക്രീൻഷോട്ട് ഇട്ട് തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. കാരണം സീഡ്ലിങ്സ് അല്ലേ, അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്ലാന്റ്സുകൾ നമ്മൾ DTDC വഴി സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു തരുന്നതാണ്. അയച്ചു തരുന്ന ദിവസം കൃത്യമായിട്ടുള്ള അപ്ഡേഷൻ തരും. നമുക്ക് ഓൾറെഡി കവർ പ്ലാന്റ്സ് ബൊഗൺവില്ലയുടെ തിങ്കളാഴ്ച മുതൽ അയക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് കയറ്റി വിടും. അപ്പോൾ എന്നിട്ടും ഓർഡേഴ്സുകൾ ഉണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് കുറച്ച് ഡിലേ ആയിട്ട്, അതായത് ഒരു 1 വീക്ക് ഡിലേ ആയിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യട്ടെ. അതുകൊണ്ട് ഓർത്തിരിക്കുക. അയക്കുന്ന ദിവസം ട്രാക്കിംഗ് ഡീറ്റെയിൽ അടക്കം കൃത്യമായിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം നമ്മൾ തരും. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മളുടെ വരുന്നതായിരിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി താങ്ക് യു.